പ്ലസ് ടു കൊമേഴ്സ് ഫാമിലി, ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറഞ്ഞു തരാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ പ്ലസ് ടു ഓണം എക്സാമിൻ്റെ ടൈം ടേബിളിൽ മാറ്റം വന്നിട്ടുണ്ട്. റിവൈസ്ഡ് ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആകെ ഒരൊറ്റ എക്സാമാണ് നിങ്ങൾക്ക് മാറിയിട്ടുള്ളത്. ആൻഡ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20-ാം തീയതിയാണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ എക്സാം നടക്കാനായിട്ട് ഇരുന്നത് അല്ലേ. അത് മാറിയിട്ട് അത് 14-ാം തീയതി, ഓക്കെ, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 14th ഓഗസ്റ്റ് രാവിലെ 9:30 നിങ്ങളുടെ അക്കൗണ്ടൻസിയുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഒരു മാറ്റമാണുള്ളത്. ബാക്കിയൊക്കെ നമ്മുടെ നേരത്തെ ടൈം ടേബിൾ പോലെ തന്നെയാണ്. അതായത് 17-ാം തീയതി മൺഡേ നിങ്ങൾക്ക് പാർട്ട് 2 ലാംഗ്വേജസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഹിന്ദി അല്ലെങ്കിൽ മലയാളം ആയിരിക്കും നിങ്ങൾ എടുത്ത സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും പാർട്ട് 2 ലാംഗ്വേജസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 17-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് നിങ്ങൾക്ക് എന്താ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം ഉണ്ടാവും. ഓക്കെ, ഒരു ദിവസം 2 എക്സാമാണ്. രാവിലെ പാർട്ട് 2 ലാംഗ്വേജും ഉച്ച കഴിഞ്ഞ് എന്താണ് ബിസിനസ് സ്റ്റഡീസും. ഓക്കെ, ആൻഡ് 18-ാം തീയതി നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് ഓപ്ഷണലായിട്ട് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എന്താണ് രാവിലെ മാത്സിൻ്റെ എക്സാം ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം. ഓക്കെ, ആൻഡ് 19-ാം തീയതി നിങ്ങൾക്ക് രാവിലെ എക്കണോമിക്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, രാവിലെ 9:30 എക്കണോമിക്സിൻ്റെ എക്സാം ആയിരിക്കും. ആൻഡ് അന്ന് തന്നെ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 19-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആയിട്ട് 20-ാം തീയതി നിങ്ങൾക്ക് എന്താണ് പാർട്ട് 1 ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഒരൊറ്റ മാറ്റമാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ മാറ്റം നമുക്ക് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ എക്സാം ആയിരുന്നു അക്കൗണ്ടൻസി. അപ്പം നിങ്ങൾ വിചാരിച്ചിരുന്നു അത്രയും ദിവസം ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരു മനസ്സിലൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക, ഇന്ന് 10-ാം തീയതി ആയിട്ടുണ്ട്. 14-ാം തീയതി, ഓക്കെ, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആദ്യത്തെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് അക്കൗണ്ടൻസി. അപ്പോൾ എന്താണ് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ, കാരണം അക്കൗണ്ടൻസിയാണ് നമുക്ക് സമയമുണ്ടെന്ന് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളുക. നമുക്ക് വളരെ കുറച്ച് സമയമേ നമ്മുടെ മുൻപിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.